ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധനുഷ് നായകനായി ധനുഷ് സംവിധാനം ചെയ്ത് ജൂലൈ 25 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് രായൻ. ധനുഷിന്റെ കരിയറിലെ ആദ്യ 180 കോടി സിനിമ ഈ രായനിലൂടെ പിറന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 17 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 152 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ എസ് സൂര്യ, പ്രകാശ് രാജ്, സെൽവരാഘവൻ, തുഷാര വിജയൻ, സന്ദീപ് കിഷൻ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി എന്നിങ്ങനെ മികച്ച ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ 17 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 5,95,00,000 രൂപയാണ്. 1.5 കോടി രൂപയ്ക്ക് കേരള തിയേറ്റർ റൈറ്റ് സ്വന്തമാക്കിയ ഗോകുലം മൂവീസിന് വൻ ലാഭമാണ് ചിത്രം നേടിക്കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ 17 ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ 76,50,00,000 രൂപയും ആന്ധ്ര തെലങ്കാന കളക്ഷൻ 16,45,00,000 രൂപയുമാണ്. കർണാടകയിൽ നിന്ന് 9,75,00,000 സ്വന്തമാക്കിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി 2,85,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. 17 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 111,50,00,000 സ്വന്തമാക്കിയത്. ചിത്രം 17 ദിവസം കൊണ്ട് GCC ഓവർസീസ് കളക്ഷനായി 40,50,00,000 സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ രായൻ എന്ന ഈ ധനുഷ് ചിത്രം 152 കോടി രൂപയാണ് 17 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഫൈനൽ റണ്ണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് കൽക്കി 2898 AD എന്ന പ്രഭാസ് ചിത്രം. നാഗാർജുൻ സംവിധാനം ചെയ്ത് ജൂൺ 27 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദീപിക പദുകോൺ, ദുൽഖർ സൽമാൻ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാര. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത ഇന്ത്യൻ സിനിമയായി, അതായത് 1100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയായി കൽക്കി 2898 മാറിയിട്ടുണ്ട്. ലോകമെമ്പാടുമായി സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 31,10,00,000 രൂപയാണ് നേടിയെടുത്തത്. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആയിരുന്നു ഈ സിനിമയുടെ കേരള അവതരണാവകാശം സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ OTT റിലീസിംഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം ആഗസ്റ്റ് 23 ആമസോൺ പ്രൈം വഴി ഈ സിനിമയുടെ OTT റിലീസിംഗ് പൂർത്തിയാകുന്നതാണ്. കൽക്കി കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിലും ഇന്ത്യൻ ബോക്സ് ഓഫീസിലും സമീപകാലത്ത് പണം വാരിയ സിനിമകളിൽ വളരെ മുന്നിൽ നിൽക്കുന്നത് ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ എന്ന ഹോളിവുഡ് സിനിമയാണ്. ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 7 കോടിയിൽ പരം രൂപയാണ് കളക്ട് ചെയ്തത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം ഈ സിനിമ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 160 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം നിലവിൽ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 8,700 കോടിയോളം രൂപയാണ്. ഇനി മലയാള സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി മുന്നേറുന്നത് ആസിഫ് അലി നായകനായ അഡിയോസ് അമീഗോ തന്നെയാണ്. നഹാസ് നാസർ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ സുരാജ് ബെഞ്ഞാറമൂട്, അനഘ എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ. ചിത്രം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് 2.5 കോടിയോളം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആദ്യ 3 ദിവസത്തെ GCC കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,05,00,000 രൂപയാണ് ഈ സിനിമയുടെ GCC കളക്ഷൻ. അങ്ങനെ GCC കേരള കളക്ഷനായി മാത്രം ഏകദേശം 3.5 കോടി നേടിയ സിനിമ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടിയിലേറെ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സൂര്യ നായകനായി ശിവ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 റിലീസിംഗ് തീയതി നിശ്ചയിച്ചിരിക്കുന്ന സിനിമയാണ് കങ്കുവ. ഈ സിനിമയുടെ കേരള തിയേറ്റർ റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഗോകുലം മൂവീസ് ആണ്. ഈ സിനിമയുടെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്യപ്പെട്ടിരുന്നു. ട്രെൻഡിങ്ങിൽ വമ്പൻ തൂക്കിയടിയാണ് കങ്കുവ ട്രെയിലർ നേടിയെടുത്തിട്ടുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ കങ്കുവ ട്രെയിലർ എത്തിയിട്ട് ഏകദേശം 15 മണിക്കൂർ പിന്നിട്ടിരുന്നു. അപ്പോഴേക്കും 1,80,00,000 പേരാണ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. കങ്കുവ ട്രെയിലറിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അതോടൊപ്പം തന്നെ മറ്റ് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.